ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു ഹൈ വാല്യൂഡ് ആയിട്ടുള്ള പേഴ്സണായിട്ട് മാറാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ സ്റ്റൈല്, ലുക്ക്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റ്സ്, ഗാഡ്ജറ്റ്സ് ഇത് മാത്രം നിങ്ങളെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാക്കി മാറ്റില്ല. നിങ്ങൾക്ക് വളരെ ഹൈ വാല്യൂഡ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറണമെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു 9 ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു ഹൈ വാല്യൂഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറാൻ സാധിക്കും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മെജോറിറ്റി കാര്യങ്ങളും എ ബില്യൺ വിക്കറ്റ് തോട്ട്സ് എന്നുള്ള ഈ ഒരു ബുക്കിൽ നിന്ന് എടുത്തതാണ്. നമ്പർ 1, ഡോണ്ട് ബി എ നീഡി പേഴ്സണാലിറ്റി. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. സോ ആ ഒരു പെൺകുട്ടിയുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ഫോൺ നമ്പറൊക്കെ എങ്ങനെയൊക്കെയോ തപ്പി കണ്ടുപിടിച്ച് അവളുമായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സ്റ്റാർട്ടിങ്ങിൽ നല്ല രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു കോൺവെർസേഷൻ പോയിട്ടുണ്ടായിരുന്നത്. ബട്ട് തൻ്റെ ഇഷ്ടം കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എപ്പോഴും അവളോട് ഇങ്ങനെ പറയുമായിരുന്നു, നീയാണെൻ്റെ ലോകം, നിന്നെ കാണാൻ വളരെ ഭംഗിയാണ്, നിന്നെ ലഭിച്ചത് എൻ്റെ ഭാഗ്യമാണ്, നീയാണെൻ്റെ എല്ലാം. ഇത്തരത്തിൽ അവൻ എപ്പോഴും അവളോട് പറയുമായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഓക്കെ, താങ്ക് യു, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ ആ ഒരു പെൺകുട്ടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി അവനെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നീഡിനെസ് ആറ്റിറ്റ്യൂഡാണ്. അതായത് ഓവറായിട്ട് ആ പയ്യൻ തൻ്റെ ഇഷ്ടം ആ ഒരു പെൺകുട്ടിയോട് എപ്പോഴും പ്രകടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പതുക്കെ അവൾക്ക് അത് ബോറടിക്കാൻ തുടങ്ങി. ഇത് ബോയ്സിൻ്റെ കേസിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് വളരെ നീഡിയായിട്ട് പെരുമാറുകയാണെങ്കിൽ പതുക്കെ ആ ഒരു ആൺകുട്ടിക്ക് ആ ഒരു പെൺകുട്ടിയോടുള്ള അട്രാക്ഷൻ കുറയും. സോ നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അവരോട് വളരെ പ്ലീസ് ചെയ്തിട്ട് സംസാരിക്കാതിരിക്കുക. കാരണം ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർ വിചാരിക്കുക, ഓ ഇവനല്ലേ, ഞാൻ എന്ത് ചെയ്താലും, ഞാൻ അവനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അവൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു നീഡിനെസ്സിനെ അവരുടെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റും. സോ ഇനി മുതൽ നിങ്ങൾ ഒരു നീഡി പേഴ്സണായിട്ട് മാറാതെ നിങ്ങളുടെ സെൽഫിന് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളായിരിക്കണം ഫസ്റ്റ്, ബാക്കിയെല്ലാം സെക്കൻഡ് ആയിരിക്കണം. ഇത് നിങ്ങളെ ഒരു ഹൈ വാല്യൂഡ് ആയിട്ടുള്ള പേഴ്സണാക്കി മാറ്റും. നമ്പർ 2, ഹാവ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്കൂളിലും കോളേജിലുമൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക, നീ നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പഠിക്കണം, എന്നാൽ മാത്രമേ നിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആക്കാൻ സാധിക്കൂ എന്നുള്ളതായിരിക്കും. ബട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം ഒരു ലാംഗ്വേജ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഒരു കാര്യം മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അയാളോട് കൺവേ ചെയ്യാൻ സാധിക്കുന്നു. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്. നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെയുള്ളവർക്കൊക്കെ നിങ്ങളൊരു അട്രാക്റ്റീവ് പേഴ്സണായിട്ട് ഫീൽ ചെയ്യും. അതായത് നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാനും അവർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. സോ നിങ്ങളുടെ ലുക്ക്, സ്റ്റൈല് ഇതിലൊക്കെ ഫസ്റ്റ് ടൈം മാത്രമേ ആളുകൾ ഇംപ്രസ്ഡ് ആയിട്ട് മാറുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾ എങ്ങനെ അവരോട് സംസാരിക്കുന്നു, നിങ്ങൾക്ക് എത്രത്തോളം കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ട്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നീട് നിങ്ങളോടുള്ള ഇംപ്രഷൻ എന്നുള്ളത്. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർ വളരെ പെട്ടെന്ന് മറ്റുള്ളവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യും. ഇതിലൂടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവരിലേക്ക് വരികയും ചെയ്യും. നമ്പർ 3, ടു ബി യുവർ സെൽഫ്. ഇപ്പോൾ ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ബട്ട് ആ ഒരു പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യിപ്പിക്കണമെങ്കിൽ നന്നായിട്ട് പാട്ട് പാടണം, ഡാൻസ് കളിക്കണമെന്നൊക്കെ മറ്റുള്ളവർ ഈ ഒരു ആൺകുട്ടിയോട് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ആ പയ്യൻ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഒരു പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് അവളുടെ മുമ്പിൽ പോയിട്ട് പറയുന്നു, നിങ്ങളെ കാണാൻ ഒരുപാട് ഭംഗിയാണ്, നിങ്ങളുടെ കണ്ണ് കാണാൻ അടിപൊളിയാണ്. ഇത്തരത്തിൽ ആ ഒരു പെൺകുട്ടിയെ പറ്റി ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ആ ഗ്രൂപ്പിലുള്ള മറ്റൊരാൾ ഇങ്ങനെയൊന്നും ആ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാതെ ആ ഒരു പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾക്ക് ജസ്റ്റ് കാഷ്വലായിട്ട് മറുപടി നൽകുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വളരെ ഹ്യൂമർ സെൻസോട് കൂടിയിട്ട് സംസാരിച്ച് ആ ഒരു പെൺകുട്ടിയെ വളരെ കംഫർട്ടബിൾ ആക്കി മാറ്റുന്നു. സോ ഈ 2 പേരിൽ ആരോടായിരിക്കും ആ ഒരു പെൺകുട്ടിക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടായിരിക്കുക? തീർച്ചയായിട്ടും രണ്ടാമത് സംസാരിച്ച ആളോടായിരിക്കും, അല്ലേ? ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയണത് കേട്ടിട്ട് തൻ്റെ റിയൽ ക്യാരക്ടറിനെ മറിച്ച് ആ ഒരു പെൺകുട്ടിക്ക് മുമ്പിൽ ഫേക്കായിട്ട് ആക്ട് ചെയ്യാൻ അയാൾ തയ്യാറായില്ല. തൻ്റെ റിയൽ ക്യാരക്ടറിൽ നിന്നാണ് അയാൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ഹെസിറ്റേഷൻസും ഇല്ലാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അയാൾക്ക് ആ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ സാധിച്ചു. സോ അതുകൊണ്ട് ആ ഒരു പെൺകുട്ടി അയാളുടെ ക്യാരക്ടറിൽ വളരെ അട്രാക്റ്റീവായിട്ട് മാറുകയും ചെയ്തു.
സോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങൾ ആർക്ക് വേണ്ടിയും മാറ്റാതിരിക്കുക. നിങ്ങൾ റിയൽ ആയിട്ടിരിക്കുക. അത് നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കി മാറ്റും. സോ മറ്റുള്ളവർക്കും നിങ്ങളൊരു അട്രാക്റ്റീവ് പേഴ്സൺ ആയിട്ട് ഫീൽ ചെയ്യും. നമ്പർ 4, ഹാവ് ആൻ അട്രാക്റ്റീവ് ലൈഫ് സ്റ്റൈൽ. ഇവിടെ അട്രാക്റ്റീവ് ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നല്ല കാറ്, വലിയ വീട്, കോസ്റ്റ്ലി ഐറ്റംസ് ഇതൊന്നും തന്നെയല്ല. നേരെ മറിച്ച് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഗോള് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ പരിശ്രമിക്കണം. കാരണം കാശ്, കാറ്, വലിയ വീട് ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നതിനേക്കാളും ബെറ്റർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പരിശ്രമത്തിലൂടെ എന്തെങ്കിലുമൊക്കെ സാധിച്ച് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് മാറുമ്പോഴാണ്. നമ്പർ 5, നെവർ ചേഞ്ച് യുവർ മൈൻഡ് ജസ്റ്റ് ടു പ്ലീസ് എ വുമൻ. ജസ്റ്റ് ഇപ്പോൾ ഇമാജിൻ ചെയ്യുക, ഒരു ഗ്രൂപ്പിൽ 2 ബോയ്സും ഒരു ഗേളും ഉണ്ട്. അതിൽ ഒരു ബോയ് ആ ഒരു ഗേൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും യെസ് നീ പറഞ്ഞ കാര്യങ്ങളാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഗേളിനെ തന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ആ ഒരു ബോയ് തൻ്റെ ഫ്രണ്ട്സിനോട് പറയുകയാണ്, നമ്മളുടെ നാട്ടിൽ പുതിയൊരു വാട്ടർ പാർക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, അത് കാണാൻ നമുക്ക് നെക്സ്റ്റ് വീക്ക് പോകാമെന്ന്. അപ്പോൾ ആ ഒരു ഗേൾ ആ ഒരു ബോയോട് പറഞ്ഞത് അതിൻ്റെ പേര് വാട്ടർ പാർക്ക് എന്നല്ല, അമ്യൂസ്മെൻറ്റ് പാർക്കാണ് എന്ന്. അത് കേട്ട ഉടനെ തന്നെ ആ ഒരു ബോയ് പറഞ്ഞു, ആ ശരിയാണ്, അതിൻ്റെ പേര് വാട്ടർ പാർക്ക് എന്നല്ല, അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നാണ്, നീ പറഞ്ഞത് ശരിയാണ് എന്ന്. എന്നാൽ ആ ഒരു ഗ്രൂപ്പിലെ മറ്റൊരു ബോയ് പറഞ്ഞത് അല്ല, അത് തെറ്റാണ്, അതിന് പറയുക വാട്ടർ പാർക്ക് തന്നെയാണ് എന്നുള്ളതായിരുന്നു. അവൻ പറഞ്ഞ കാര്യത്തോട് അവൻ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ആക്ച്വലി ഇവിടെ 2 പേരും പറഞ്ഞ കാര്യം ശരിയാണ്. നമുക്ക് വേണമെങ്കിൽ വാട്ടർ പാർക്ക് എന്നോ അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നോ ഒക്കെ വിളിക്കാം. ബട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഫസ്റ്റത്തെ ബോയ്, ആ ഒരു പെൺകുട്ടി ഇത് വാട്ടർ പാർക്കല്ല അമ്യൂസ്മെൻറ്റ് പാർക്കാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അവൻ്റെ ഒപ്പീനിയൻ മാറ്റി. ആക്ച്വലി ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് ഒരാളെ അൺഅട്രാക്റ്റീവ് ആക്കി മാറ്റും. കാരണം ഒരു കാര്യം നിങ്ങൾ മറ്റൊരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒപ്പീനിയനാണ്. അത് നിങ്ങൾ ആർക്ക് വേണ്ടിയും മാറ്റാൻ നിൽക്കരുത്. ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ പറയണ കേട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ മാറ്റുകയാണെങ്കിൽ ഇത് നിങ്ങളെ ഒരു വീക്ക് പേഴ്സണാലിറ്റിയാക്കി മാറ്റും. കാരണം മറ്റുള്ളവർ വിചാരിക്കുക ഇവൻ പറയുന്ന കാര്യങ്ങളിൽ കോൺഫിഡൻസ് ഇല്ല. സോ ഇത് നിങ്ങളുടെ വാല്യൂ കുറയാൻ കാരണമാകും. സോ ആരാണോ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നത് അവരോടായിരിക്കും മറ്റുള്ളവർക്ക് താല്പര്യമുണ്ടായിരിക്കുക. സോ ഇനി മുതൽ ആർക്ക് വേണ്ടിയും നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ മാറ്റാതിരിക്കുക. നമ്പർ 6, ഹാവ് ട്രൂ കോൺഫിഡൻസ്. നമ്മൾ ഇതിന് മുന്നേ ഉള്ള ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റുള്ളവർക്ക് നമ്മളൊരു അട്രാക്റ്റീവ് പേഴ്സണായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്. സോ നല്ല രീതിയിൽ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. സോ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്, കോൺഫിഡൻ്റ് ആയിട്ട് നടക്കുന്നത്, ഇത്തരത്തിൽ നിങ്ങളുടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജൊക്കെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരു അട്രാക്റ്റീവ് പേഴ്സണായിട്ട് ഫീൽ ചെയ്യും. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഒരാൾ വളരെ ഷൈ ആയിട്ട് ആരോടും സംസാരിക്കാതെ ഒരു മൂലയ്ക്ക് പോയിട്ട് ഇരിക്കുകയാണ്. സോ അയാളോട് സംസാരിക്കാൻ ആർക്കെങ്കിലും തോന്നുന്നു? ഒരിക്കലുമില്ല, അല്ലേ? ഇതിൻ്റെ കാരണം മറ്റുള്ളവർക്ക് നിങ്ങൾ അപ്രോച്ചബിൾ അല്ലെങ്കിൽ, അതായത് അവർക്കൊരു കംഫർട്ട്നെസ് നിങ്ങളിൽ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ആരും തന്നെ പിന്നീട് നിങ്ങളോട് വന്ന് സംസാരിക്കാൻ തയ്യാറാകില്ല. സോ ഇതിലൂടെ നിങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിനെ മിസ് ചെയ്യുകയും ചെയ്യും. നേരെ മറിച്ച് ഒരാൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഹ്യൂമർ സെൻസോട് കൂടിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ അയാളിലേക്ക് എല്ലാവരും അട്രാക്റ്റ് ആയിട്ട് മാറും. നമ്പർ 7, ബി സെൽഫ് ഡിപ്പെൻഡൻറ്റ്. ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴും എല്ലാ കാര്യത്തിനും നിങ്ങളുടെ പാരൻസിനെ തന്നെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിലോ ഈ ഒരു ഡിപ്പെൻഡൻസി എന്നുള്ളത് നിങ്ങളെ വീക്കാക്കി മാറ്റും. അതായത് നിങ്ങൾക്ക് എവിടെയും നിങ്ങളുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടായിരിക്കില്ല, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡിസിഷനും എടുക്കാൻ സാധിക്കില്ല. സോ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിപ്പെൻഡൻസി നിങ്ങൾ ഇല്ലാതാക്കണം. അതായത് നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളൂ എന്നുള്ള ഈ ഒരു ഫീലോട് കൂടിയിട്ട് നിങ്ങൾ ജീവിക്കണം. ഒരാൾ അയാളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുക്കുമ്പോൾ മാത്രമേ അയാളുടെ ലൈഫ് ഇമ്പ്രൂവ് ആവുകയുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങളും ഇമ്പ്രൂവ് ആകില്ല, നിങ്ങളുടെ ലൈഫും എവിടെയും എത്തില്ല. സോ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറുക, ഇത് നിങ്ങളെ സ്ട്രോങ് ആക്കി മാറ്റും. നമ്പർ 8, കീപ് യുവർ പർപ്പസ് ഫസ്റ്റ് ബിഫോർ റിലേഷൻഷിപ്പ്. ഇപ്പോൾ 2 കപ്പിൾസ് ഉണ്ട്, കപ്പിൾ എ ആൻഡ് കപ്പിൾ ബി. ഈ 2 കപ്പിളിലുള്ള ഹസ്ബൻഡ്സും ആർമിയിൽ ജോലി ചെയ്യുന്നവരാണ്. കപ്പിൾ എയിലുള്ള ഹസ്ബൻഡ് തൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും ആർമി ക്യാമ്പിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അയാളുടെ ഭാര്യ അയാളോട് പറയുകയാണ്, തിരിച്ചു പോകണമെന്ന് നിർബന്ധമാണോ? ബോർഡറിൽ ഒരുപാട് പ്രശ്നങ്ങളാണെന്നല്ലേ പറഞ്ഞത്. സോ നിങ്ങൾക്ക് ഇവിടെ തന്നെ നിന്നുകൂടെ, എനിക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല എന്ന്.
സോ ഇത് കേട്ട കപ്പിൾ എയിലുള്ള ഹസ്ബൻഡ് തൻ്റെ ഭാര്യ വളരെ സ്നേഹത്തോടു കൂടി പറയണതല്ലേ എന്ന് വിചാരിച്ച് ആർമി ക്യാമ്പിലേക്ക് തിരിച്ചു പോകാതെ തൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. എന്നാൽ കപ്പിൾ ബിയിലുള്ള വൈഫ് ഇതേ കാര്യം തൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത്, ഇല്ല, എനിക്ക് പോവാതിരിക്കാൻ സാധിക്കില്ല, കാരണം ഇതെൻ്റെ ഡ്യൂട്ടിയാണ്, എൻ്റെ കടമയാണ്, തീർച്ചയായിട്ടും ഞാനിത് ചെയ്യണം, ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ കരിയർ തന്നെ പോകും, അതിനുശേഷം നമ്മുടെ ലൈഫ് എന്താകുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതായിരുന്നു അയാളുടെ മറുപടി. ഇവിടെ ആരാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചത്? തീർച്ചയായിട്ടും കപ്പിൾ ബിയിലുള്ള ഹസ്ബൻഡാണ് അല്ലേ? ഇതിനുള്ള കാരണം കപ്പിൾ ബിയിലുള്ള ഹസ്ബൻഡ് കെയറിങ്, ലവ് ഇതിനേക്കാളുമൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് തൻ്റെ പർപ്പസിനായിരുന്നു. ലോങ് ടൈമിലേക്ക് തങ്ങളെ രക്ഷിക്കാൻ അത് മാത്രമേ ഉണ്ടാവൂ എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. സോ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ ഗോള്, പർപ്പസ് ഇതൊന്നും ആർക്കു വേണ്ടിയും ഉപേക്ഷിക്കരുത്. അതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ്. സോ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളെ സ്ട്രോങ് ആൻഡ് അട്രാക്റ്റീവ് ആക്കി മാറ്റും. നമ്പർ 9, ചൂസ് എ വുമൺ ഹു ചൂസസ് യു. മെജോറിറ്റി റിലേഷൻഷിപ്പിലും ആദ്യം ആൺപിള്ളേരായിരിക്കും പെൺപിള്ളേരെ പോയിട്ട് പ്രപ്പോസ് ചെയ്യുക. എന്നാൽ ഒരു ആൺകുട്ടി പോയിട്ട് ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നതിനേക്കാളും ഒരു പെൺകുട്ടി വന്ന് ഒരു ആൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റിമസി എന്നുള്ളത് വളരെ കൂടുതലായിരിക്കും. ബട്ട് അതെങ്ങനെ സാധ്യമാകും? ഒരു പെൺകുട്ടി വന്ന് ഒരു ആൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യും? ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും ചെയ്യും. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഇതുവരെ പറഞ്ഞ എല്ലാ ആറ്റിറ്റ്യൂഡും ഫോളോ ചെയ്യണം. വളരെ കോൺഫിഡൻ്റ് ആൻഡ് പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ എല്ലാവരും നിങ്ങളെ തേടി വരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.